മുഖ്യമന്ത്രിയുടെ മകളും അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനോ കേന്ദ്ര ഏജൻസി തമ്മിലുള്ള യുദ്ധമല്ല, അഴിമതിക്കാരും കേന്ദ്ര ഏജൻസിയും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഇതിനകത്ത് 180 കോടിയുമായി ബന്ധപ്പെട്ട അനവധി ആളുകളുണ്ട്, അവരുടെ ആരുടെയും പേര് വന്നില്ലല്ലോ, അങ്ങൊരു ആശങ്ക അറിയിച്ചു. അങ്ങ് മനസ്സിലാക്കണം, ഡൽഹി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന വാദങ്ങളിൽ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനകൾക്കടക്കം ഈ പറയുന്ന കർത്ത പണം നൽകിയിട്ടുണ്ട്. അനവധി മാധ്യമ പ്രവർത്തകർക്ക് പണം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ FSFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡിക്കും CBIയുടെയും അന്വേഷണത്തിന് കേരളത്തിൽ കളം ഒരുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഴിമതിക്കാരായിട്ടുള്ള EK ആയിക്കോട്ടെ KK ആയിക്കോട്ടെ, ഇനി ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പോളിസി. കാരണം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ 11 വർഷമായി അഴിമതിയുടെ 1 രൂപയുടെ അഴിമതി ആരോപണമില്ലാത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെത്. എല്ലാ കാലഘട്ടത്തിലും മുഖ്യമന്ത്രി നടത്തുന്ന KMRനെതിരെ, ഈ പറയുന്ന കർത്തയ്ക്കെതിരെ ഇതിന്റെ അന്തിമ അധികാരമുള്ള നിങ്ങളുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കാത്ത? ഒരൊറ്റ ചോദ്യം. SFI അന്വേഷണത്തിൽ കർത്തയും അദ്ദേഹത്തിന്റെ ഫിനാൻസ് മാനേജർ അടക്കം പ്രതിയാണ്. ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഇന്ത്യയുടെ തീരപ്രദേശത്ത് ഒരു കേന്ദ്ര സർക്കാർ അധികാരം താങ്കളാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് റെജിലിക്കോസ്, നിങ്ങളുടെ ഇവിടെ രാജ്യത്തിന്റെ നിയമത്തിന് അനുസൃതമായിക്കൊണ്ട് ഇവിടെ ഒരു കരിമണൽ അങ്ങനെയാണ് അങ്ങ് പറയുമ്പോൾ ഞാൻ ഇടപെടും. എന്നെ പറയാൻ അനുവദിക്കൂ. അങ്ങ് ഇതിനകത്ത് അഭിലാഷ് സാറായിക്കോട്ടെ, ഇത് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അത് കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലായിക്കോട്ടെ, ജാർഖണ്ഡിലായിക്കോട്ടെ, ഛത്തീസ്ഗഡിലും അനവധി സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള കേന്ദ്ര ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങ് അഭിലാഷ് സാർ ചോദിച്ചല്ലോ, ഇവിടെ നിരവധി തവണ ഈ ഇലക്ഷൻ സ്റ്റണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വിവിധ അന്വേഷണ ഏജൻസികൾ വന്നിട്ടുള്ളത്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അങ്ങ് നോക്കണം. ഈ കരുവന്നൂർ കേസിനകത്ത് ഇവിടെ അന്വേഷണ ഏജൻസികൾ വന്നു. കേരളത്തിൽ 130 കോടി രൂപയുടെ അഴിമതപ്പണം കണ്ടുകെട്ടിക്കൊണ്ട് അതിലെ അർഹതപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാവുന്ന രീതിയിലേക്ക് മാറി. പിന്നെ അങ്ങ് പറഞ്ഞു സ്വർണ്ണക്കടത്തിനകത്ത് എന്ത് സംഭവിച്ചെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ജയിലിനകത്തേക്ക് പോയി. ഇപ്പൊ അങ്ങ് ചോദിക്കുന്നു, ഈ പറയുന്ന വീണ വിജയന്റെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അന്വേഷണ ഏജൻസി ചെയ്തത്? ഞങ്ങൾ പറയുന്നു, വീണ വിജയൻ ജയിലിലേക്ക് പോകും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം വീണ വിജയൻ ഇതിനകത്ത് കൃത്യമായിട്ട് പ്രതിയാണെന്നുള്ള കാര്യം ഞങ്ങൾ ഒരു വാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ. അർദ്ധ ജുഡീഷ്യറി ബോർഡ് പറയുന്നു, ED അന്വേഷണം നടക്കുന്നു, SFIയുടെ അന്വേഷണം നടക്കുന്നു. നിയമമുണ്ട്. അല്ല ശ്രീ റെജി ലൂക്കോസ് നോക്കൂ, അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനും ഒക്കെ ഇത് തന്നെയാണ് സാർ പറഞ്ഞത്. അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും ഒക്കെ ഇത് തന്നെ പറഞ്ഞത്. ഇത് പഴയ മൻമോഹൻ സിംഗിന്റെ സർക്കാരല്ല. മൻമോഹൻ സിംഗ് എന്തുകൊണ്ടാണ് ഇപ്പൊ ആ കേസിനെ കുറിച്ച് മിണ്ടാത്തത്? അഴിമതിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ അറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ശരി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കല്ലേ. അന്വേഷണത്തെ, SFIയുടെ അന്വേഷണത്തെ ഈ ഘട്ടം വരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. ശരി ഓക്കെ.